ഹലോ, എല്ലാവർക്കും LLP ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. Philosophical school of jurisprudence is also known as natural school, ethical school and metaphysical school of jurisprudence. ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്, നാച്ചുറൽ സ്കൂൾ, അതുപോലെ എത്തിക്കൽ സ്കൂൾ, അതുപോലെ മെറ്റാഫിസിക്കൽ സ്കൂൾ എന്നുള്ള ഈ നെയിമിലും അറിയപ്പെടുന്നുണ്ട്. സോ എക്സാം സമയത്ത് നാച്ചുറൽ സ്കൂൾ എന്താണെന്ന് ചോദിച്ചാലും എത്തിക്കൽ സ്കൂൾ എന്താണെന്ന് ചോദിച്ചാലും മെറ്റാഫിസിക്കൽ സ്കൂൾ എന്താണെന്ന് ചോദിച്ചാലും നമ്മൾ ഫിലോസഫിക്കൽ സ്കൂളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതേ സെയിം കാര്യമാണ് എഴുതേണ്ടത്. According to this school, law is based on some reasons. സോ ഈ ഒരു സ്കൂൾ പ്രകാരം ലോ എന്ന് പറയുന്നത് റീസൺസ് ബേസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് നല്ല പ്രിൻസിപ്പിൾസിനെ പറയുന്ന പേരാണ് റീസൺസ് എന്ന്. അതായത് മൊറാലിറ്റി അടങ്ങിയിട്ടുള്ള ഹയർ പ്രിൻസിപ്പിൾസിനെ പറയുന്നതാണ് റീസൺസ് എന്നുള്ളതുകൊണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ എന്താണ് ഫെയർ ആയിട്ടുള്ളത്, അതുപോലെ എന്താണ് റീസണബിൾ ആയിട്ടുള്ളത്, അതിനെയാണ് ലോ എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു സ്കൂള് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ്. അതുകൊണ്ട് തന്നെ ഫിലോസഫിക്കൽ സ്കൂളിനെ നമുക്ക് മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. This school states that law should be based on moral and ethics. സോ ഈ ഒരു സ്കൂൾ പ്രകാരം നിയമം എന്ന് പറയുന്നത് എപ്പോഴും മൊറാലിറ്റിയെ ബേസ് ചെയ്തിട്ടും അതുപോലെ എത്തിക്സിനെ ബേസ് ചെയ്തിട്ടും ആയിരിക്കണം. Thus, this school states that every law should be just, fair and reasonable. നാച്ചുറൽ ലോ പ്രകാരം എല്ലാ ലോയും ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, അതുപോലെ റീസണബിൾ ആയിരിക്കണം എന്നാണ് ഈ ഒരു സ്കൂൾ പറയുന്നത്. So, if any law is against natural law, then it is not valid. നാച്ചുറൽ ലോ എന്ന് പറയുന്നത് എന്തിനാണ്? ജസ്റ്റ് ആയിട്ടും ഫെയർ ആയിട്ടും റീസണബിൾ ആയിട്ടുള്ള ലോസിനെയാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ലോ ആണ് നാച്ചുറൽ ലോനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് അതിനെ ഒന്നും നമുക്ക് ഒരു വാലിഡ് ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോ എപ്പോഴും ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ സ്കൂളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ജൂറിസ്റ്റുകളെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് തോമസ് അക്വിനാസ്. 12ാം നൂറ്റാണ്ടിലോട്ട് ബിലോങ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജൂറിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സോ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ റിലീജിയൻ ആയിരുന്നു ലോന്റെ മുകളിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് റിലീജിയനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ സമയത്തൊക്കെ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അതായത് അദ്ദേഹം നാച്ചുറൽ ലോനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ പൊതു നന്മയ്ക്ക്, അതായത് കോമൺ ഗുഡിനുള്ള ഒരു കാരണം ആയിട്ടായിരുന്നു. He defined natural law as the obedience of reason for the common good. പൊതു നന്മയ്ക്ക്, കോമൺ ഗുഡിന്റെ മുകളിലുള്ള ഒരു റീസൺ ആയിട്ടായിരുന്നു അദ്ദേഹം നാച്ചുറൽ ലോനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. According to him, unjust law deserves no obedience, and the only laws a man should follow are the laws set in nature by God, which he can find by applying reason and studying religious scriptures. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് ഫിക്സ് ചെയ്തിട്ട് തന്നിട്ടുള്ളത്, അതായത് പണ്ട് തൊട്ടേ, അതായത് നാച്ചുറൽ ആയിട്ട് ഉണ്ടായത് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ലോസ് ആണ് ഒരു മനുഷ്യൻ ഫോളോ ചെയ്യേണ്ടത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ നിയമം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു റിലീജിയസ് സ്ക്രിപ്ചേഴ്സ് മനസ്സിലാക്കി പഠിക്കണം. അത് നമ്മുടെ ആ ഒരു ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം എന്നായിരുന്നു തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഗോഡ് നേച്ചറായിട്ട് നമുക്ക് എന്തൊക്കെ ലോ ആണ് തന്നിട്ടുള്ളത് ആ ലോ ആണ് ഒരു മനുഷ്യൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ആ റിലീജിയസ് സ്ക്രിപ്ചേഴ്സ് വായിച്ച് പഠിച്ച് അത് ഫോളോ ചെയ്യാണ് വേണ്ടത്. അടുത്ത ജൂറിസ്റ്റ് എന്ന് പറയുന്നത് ജോൺ ലോക്ക് ആണ്. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് 3 ഇൻഏലിയനബിൾ റൈറ്റ്സ് ആണ് ഉള്ളത്. അതായത് റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, അതുപോലെ റൈറ്റ് ടു ലിബർട്ടി.
സോ നമ്മുടെ സ്റ്റേറ്റ് എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ലൈഫും അതുപോലെ തന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടിയും റൈറ്റ് ടു ലിബർട്ടിയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അപ്പോഴാണ് അവിടെ സോഷ്യൽ ജസ്റ്റിസ് സ്റ്റേറ്റ് നടപ്പാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മാനുവൽ കാന്റിനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹം ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ആ തിയറിയിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ റൈറ്റ് ടു ഫ്രീഡം എപ്പോഴും മറ്റുള്ള ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ് ടു ഫ്രീഡവുമായിട്ട് ഹാർമോണിയസ്ലി ആയിരിക്കണം എക്സിസ്റ്റ് ചെയ്യേണ്ടത് ആയിട്ടുണ്ടാവേണ്ടത്. അതായത് ഒരു മനുഷ്യന്റെ റൈറ്റ് ടു ഫ്രീഡം മറ്റു വ്യക്തികളുടെ റൈറ്റ് ടു ഫ്രീഡം ആയിട്ട് പീസ്ഫുള്ളി അതുപോലെ ഹാർമോണിയസ്ലി ആയിരിക്കണം എക്സിസ്റ്റ് ചെയ്യേണ്ടത് ആയിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഹ്യൂഗോ ഗ്രോഷ്യസിനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹം ബിലീവ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നാച്ചുറൽ ലോയും അതുപോലെ തന്നെ നാച്ചുറൽ ലോ വഴി ഉണ്ടായിട്ടുള്ള എത്തിക്സും മോറൽസും എല്ലാ സെയിം പേഴ്സൺസിനെയും, അതുപോലെ തന്നെ ക്രിസ്ത്യനോ നോൺ ക്രിസ്ത്യനോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെയും ഒരുപോലെ കണക്ട് ചെയ്യുന്നതാണ് എന്നാണ് ഹ്യൂഗോ ഗ്രോഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നാച്ചുറൽ ലോ, എത്തിക്സ്, മോറൽ എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ പേഴ്സൺസിനും ഒരുപോലെ കണക്ട് ചെയ്യാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.